വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് എന്തായിരിക്കും ചെയ്യുന്നത്? ഡോക്ടറിനെ കാണും, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ അങ്കിത് എന്ന് പറയുന്ന ഒരു യുവാവ് കുറച്ചും കൂടി കടന്നു ചിന്തിച്ചു. അവൻ കുട്ടികൾ ഉണ്ടാകാത്ത തന്റെ സ്വന്തം ഭാര്യയെ കൊന്നിട്ട് അവളുടെ സഹോദരിയെ വിവാഹം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. 100 Days 100 Crime Stories ഡേ നമ്പർ 4. അങ്കിതിനും കിരൺ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയ്ക്കും കല്യാണം കഴിഞ്ഞ 5 വർഷങ്ങളായിട്ടും കുട്ടികളൊന്നും തന്നെ ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ തന്റെ സച്ചിൻ എന്ന് പറയുന്ന കൂട്ടുകാരനുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴാണ് അവർക്ക് പുതിയൊരു ഐഡിയ കിട്ടിയത്. അതായത് തന്റെ ഭാര്യയെ കൊന്നിട്ട് അവളുടെ സഹോദരിയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ അതിനായിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പ്ലാനൊക്കെ തയ്യാറാക്കി. അതിനുശേഷം കിരണിനെ അവളുടെ വീട്ടിൽ നിന്നും തിരികെ തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം അയാൾ ഉറപ്പിച്ചു. വരുന്ന വഴിക്ക് CCTV ഒന്നും ഇല്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് കിരണിനെ ഇറക്കി നിർത്തിയിട്ട് വണ്ടിയിൽ പെട്രോൾ തീർന്നുവെന്നും താൻ വണ്ടി തള്ളിക്കൊണ്ടുപോയിട്ട് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അങ്കിത് അവിടെ നിന്ന് മാറിക്കൊടുത്തു. ഈ ഒരു സമയത്ത് സച്ചിൻ തന്റെ കാറുമായിട്ട് വരികയും കിരണിനെ ഇടിച്ചിടുകയും ചെയ്തു. അതിനുശേഷം അയാൾ നിർത്താതെ കാർ വിട്ടുപോയി. അങ്ങനെ ഹോസ്പിറ്റലിലായ കിരൺ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. അതിനുശേഷം കിരണിന്റെ സഹോദരി വിവാഹം കഴിക്കാനുള്ള പ്ലാൻസ് എല്ലാം ഇവർ പ്രിപ്പയർ ചെയ്ത് വരുന്നതിന്റെ ഇടയിലാണ് ഇവർക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. ഈ സംഭവത്തിന് ഒരു നാച്ചുറാലിറ്റി വരാൻ വേണ്ടിയിട്ട് അങ്കിത് കൊണ്ടുപോയിട്ട് ഒരു ഹിറ്റ് ആൻഡ് റണ്ണിന് കേസ് കൊടുത്തു. പോലീസുകാർ അന്വേഷിച്ചെത്തി കഴിഞ്ഞാൽ CCTV ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരെ പിടിക്കില്ല എന്നൊരു ആത്മവിശ്വാസം അങ്കിതിനുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവരെ ചതിച്ചു. ആ ഒരു ഭാഗത്ത് ഇവർ ശ്രദ്ധിക്കാതിരുന്ന ഒരു CCTV ഉണ്ടായിരുന്നു. അതിൽ നിന്നും ആദ്യം സച്ചിനെ പിടികൂടി, അതിനുശേഷം അങ്കിതിനെയും പിടികൂടി. രണ്ടുപേരും ഇപ്പോൾ ജയിലിലുമാണ്.